ഹലോ ഗൈസ്. സോ ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിലോട്ട് വന്നതാണ്. ഇപ്പം ഞാൻ കസിൻ്റെ വീട്ടിലാണ്. ഇതാണ് കസിൻ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗൊക്കെ എടുത്തേക്കാം. ബിക്കോസ് വേറെ പണിയൊന്നും ഇന്നില്ലാത്തത് കൊണ്ട്, ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ടും ഇന്നൊരു മിനി വ്ളോഗ് വരുന്നതാണ് ഗൈസ്. ഇവിടെ നാടും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാരെയും കണ്ട് പോകും. പ്രകൃതി ഭംഗിയും അതെ അതെ അതെ, പ്രകൃതി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പാടവും തോടും. തോട്ടിൽ വെള്ളമുണ്ടോ? ഉണ്ട്, മീനുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് ഇന്ന് വ്ലോഗ് തുടങ്ങാം. ഇത് രാവിലെ തന്നെ മനുഷ്യന്റെ മുറി. ഇനി ഇതിൽ കൂടുതൽ ലിപ്സ്റ്റിക് ഇടാൻ പറ്റുമോ? അത് നോക്കാ. ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇന്നലെ വേറെ രൂപം, ഇന്ന് വേറെ രൂപം. ഏതോ ഒരു വൃത്തികെട്ട് പ്രാണി കടിച്ചതാണ്. പ്രാണിക്ക് ഇവിടെ തന്നെ കടിക്കാൻ പറ്റുള്ളൂ. വഴികൾ പലതുണ്ടായിട്ടും അമ്മേ ഇതിൻ്റെ ഇടയിലൂടെ കൊണ്ടുപോകാൻ കാണിക്കുന്ന എൻ്റെ മനസ്സ് ഞാൻ കാണാതെ പോകുന്നില്ല. ഹായ്, കൊള്ളാം. ആക്ച്വലി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ വീടുകൾ, കുറേ കുടുംബക്കാരുണ്ട്. ലൈക്ക് നമുക്ക് കുറേ റിലേറ്റീവ്സ് അപ്പുറത്തുമായിട്ട് കുറേ ഉണ്ട്. സോ ഒരു വീട്ടിൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലോട്ട് പോകും, പിന്നെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് അങ്ങനെ കയറി ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവ രാവിലെ എണീറ്റ് നേരെ അടുത്ത വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വൈബ്. നെക്സ്റ്റ് ഇനിയിപ്പം നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോസോ റീൽസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ തറവാട്ടിലോട്ട് പോകാനുണ്ട്. അവിടെയാണ് ബാക്കി എല്ലാവരും ഉള്ളത്. കണ്ടിത് കറക്റ്റ് കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ തറവാട്ടിലോട്ട് പോവാണ്. നല്ല ഗ്രാമഭംഗി ആസ്വദിച്ച് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇടക്ക് വെയിൽ വരികയാണ്. വേണ്ട പാടത്ത് ഒറ്റമൈന. ഒരു രണ്ടെണ്ണത്തിന് കണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്തോ ടെൻഷൻ ആയല്ലോ. തെങ്ങെണ്ണയാ മതി. വായനശാല വായനല്ല, CCTV ക്യാമറ ഉണ്ട്. പണ്ട് സ്ഥിരം ഞാനും ഈ ചെരുപ്പും വെള്ളം തമ്മിൽ നല്ല കണക്ഷനാണ്. എന്താ അറിയോ, അത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊന്നുമല്ല, അനുശ്രീ വരണം. അവിടെ പണ്ട് തിരുവാലി എത്തിയ സമയത്ത് ഇതേപോലെ വലിയ തോടാണേ. ഈ വലിയ തോട്ടിൽ ഞാനും അനുശ്രീ ആരും കൂടെ ഇറങ്ങി കളിക്കുക. അപ്പൊ അമ്മേന്റെ പുതിയ ചെരുപ്പ് ഇട്ടിട്ടാ ഞാൻ ഇറങ്ങിയത്. ചെരുപ്പ് തോട്ടിലൂടെ ഒഴുകി പോയി. അനുശ്രീ പറഞ്ഞ് അത് എത്തുന്നത് മറ്റേ പുഴയിലാന്ന്. പോയി പുഴ എത്തുന്ന വരെ അവിടെ ഏതോ ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എടുത്ത് അവൾ എന്നെ രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടോ ബീച്ചിൽ പോയിട്ട് ചെരുപ്പ് തെര വന്നപ്പോ അതിന്റെ കൂടെ പോയി. ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ ഒരു ഭംഗികളൊക്കെ കിട്ടുന്നത്. ഇന്റതാ. സോ ഗൈസ്, നമ്മളിനി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു. സോ അതിനു വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ആദ്യം എൻ്റെ വീട്ടിലോട്ട്, ദെൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാനാണ് പ്ലാൻ. അല്ലേ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് കമ്മിങ് സൂൺ.
Guys, this is the outfit. പ്രൊമോഷനാ ഇനി ഇടക്ക് ഞാൻ എൻ്റെ മറ്റേ വളയും കൂടെ കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. ഭയങ്കര വെയിലാണ് അവിടെ, ഒടുക്കത്തെ വെയിലായിപ്പോയി. ക്ലൈമറ്റ് വിശ്വസിച്ചിട്ട് വരാൻ നിൽക്കാണ്ടാവും ഗൈസ്. ചിലവർക്ക് മൂഡ് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അത് ശരിയായിട്ടില്ല, അത് പണ്ടേ ശരിയാവില്ല. നമ്മളെ മാഗി ഉണ്ടാക്കിയ പോലെ ക്ലൈമാക്സ് പൊട്ടാടിക്കോ. അതുപോലെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കഷ്ടപ്പാട് ഒരു വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പിന്നെ ഇതൊക്കെ എന്താ വെയിൽ പോയിട്ട് നല്ല കാറ്റായി. പക്ഷെ ഒരു കള്ള മൂട് പോയി. എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാമോ? നല്ലതാണോ? ആരെടുത്താ ചോദിക്കത്? ഞാൻ കണ്ട വെയിൽ, ഒടുക്കത്ത് വെയിലവിടെ. ഇതാണ് ഈ വെയിലിന്റെ മൂഡ് സിങ്സ് തോന്നുന്നത്. വെയിലിന് മൂഡ് സിങ്സ് ആണ് ഗൈസ്. മനസ്സിലാവണില്ല എന്താ അത്. എന്നെ കണിഞ്ഞ് പാട്ട് പാടാൻ അറിയാത്തവര് വന്ന് പാടി എങ്ങനെയൊക്കെ ഇരിക്കും. എനിക്ക് പാട്ട് പാടാനൊക്കെ അറിയാം. ഞാൻ എഴുതിയ കവിത മാത്രം. അങ്ങനെ ഒരു കവിത താങ്കൾ രചിച്ചിട്ടുണ്ടോ? ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പാടുള്ളൂ. ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞങ്ങൾ നിർത്തുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ വീട്ടിൽ പോവാം. പൈസ കൊടുത്ത് വന്നിരുന്ന് വെയിൽ കൊള്ളാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ ആകാശത്തുണ്ടായിരുന്ന മൊത്തം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇപ്പത്തെ കാർമേക്കൊക്കെ വന്നതൊക്കെ ഒന്ന് മൂടി പോവാ കഴിഞ്ഞ്. ഇനിയിപ്പോ നമ്മള് പോവാണ്. ഈ സമയത്തായിരുന്നു ശരിക്കും വരണ്ടിരുന്നത്, പക്ഷെ നടന്നില്ല. ബൈ ബൈ ബൈ. പോയിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഭ്രാന്താണെന്ന് ഫോണിലൊക്കെ ബൈ.